നിതിൻ രാജിന്റെ മരണത്തിൽ ആരോഗ്യ സർവകലാശാലയുടെ ഇടപെടൽ കൂടി ഉണ്ടാവുകയാണ്. ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമൽ ഗവർണർക്ക് ഇത് സംബന്ധിച്ച് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ നീക്കം? ഇത്തരം കോളേജുകൾക്കെതിരെ എന്ത് നടപടിയായിരിക്കും ആരോഗ്യ സർവകലാശാല സ്വീകരിക്കുക? അല്പസമയം മുമ്പാണ് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമൽ നെടുമങ്ങാടുള്ള നിതിൻ രാജിന്റെ വസതി സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ അടക്കം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവർക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയും ചെയ്തത്. അതിനുശേഷം പ്രതികരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഗവർണർക്ക്, ചാൻസലർ കൂടിയായ ഗവർണർക്ക് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വിശദമായി കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ലഫ്റ്റനന്റ് കേണൽ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. ഒരു പരാതി ലഭിച്ചതായി അറിയിച്ചുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശക്തമായ നടപടി ഉണ്ടാകും. ഇത്തരം കോളേജുകൾ തുടരണമോ എന്ന് പോലുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം കർശനമായ നടപടികൾ ഇത്തരം ഹരാസ്മെന്റുകൾക്കെതിരെ ഉണ്ടാകും. അത് ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. അടിയന്തരമായി തന്നെ ആ കാര്യത്തിലേക്ക് സർവകലാശാലയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടിയാണ് ഡോക്ടർ മോഹൻ കുന്നുമൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആരോഗ്യ സർവകലാശാലയുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ഈ കോളേജിനെതിരെ വലിയ നടപടി ഉണ്ടാകും. എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടക്കുകയാണ്. അതിനിടയിൽ നടപടി ഉണ്ടാകുമെന്ന ഉറപ്പുകൂടിയാണ് ഇപ്പോൾ ആരോഗ്യ സർവകലാശാല VC മോഹൻ കുന്നുമൽ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.